Shalom America, God's own channel. ഇതൊരു യാത്രയാണ്. ഒരു പാഴ്മുളം തണ്ടിൽ നിന്നും പ്രപഞ്ചത്തിലെ ആത്മീയ പ്രവാഹം തേടിയുള്ള ഒരു യാത്ര. പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന സ്വരരാഗങ്ങൾ തേടിയുള്ള യാത്ര. നിലയ്ക്കാത്ത പ്രവാഹം പോലെ എന്നിലേക്കും നിന്നിലേക്കും ഒഴുകിയിറങ്ങുന്ന ദൈവസ്നേഹത്തെ തേടിയുള്ള യാത്ര. തിരികല്ലിലെ ധാന്യമണി പോലെ വല്ലാതെ പൊടിഞ്ഞു പോകുന്ന ചില മുഹൂർത്തങ്ങൾ ഏതൊരു മനുഷ്യൻ്റെയും ആയുസ്സിൻ്റെ പുസ്തകത്തിലുണ്ടാകും. അത്തരം സമയങ്ങളിൽ പഴയ നിയമത്തിലെ ഇയ്യോബിനെ കണക്ക് മുഷ്ടി ചുരുട്ടി ഒരാൾ ആകാശത്തോട് ചോദിക്കുന്നു, എന്തിനാണ് നല്ലവർ സഹിക്കേണ്ടതായിട്ട് വരിക? 32 അധ്യായത്തോളം ദൈവം സംസാരിക്കുന്നില്ല. ദൈവം സംസാരിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ കൈവിട്ട് കളഞ്ഞെന്നുള്ളതല്ല. മറിച്ച് സ്വന്തം ധ്യാനത്തിലൂടെയും മന്നത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ചില നിഗമനങ്ങളിൽ നിങ്ങൾ എത്താനായി സഹായിക്കുകയാണ് ദൈവം ആ മൗനത്തിലൂടെ. പുതിയ നിയമത്തിൽ ഇയ്യോബിൻ്റെ ആ നിലവിളിക്ക് അനുരണനമുണ്ടായത് അവിടുത്തെ പുത്രനിലൂടെയാണ്. നീതിമാനായ യേശു ഇങ്ങനെ നിലവിളിച്ചു, ഏലോയ് ഏലോയ് ലാമ ശബക്താനി, എൻ്റെ ദൈവമേ എന്തിന് നീ എന്നെ കൈവിട്ടു? അവിടെയും പിതാവ് മൗനത്തിലാണ്. ആ ദീർഘമായ മൗനത്തിൻ്റെ ഒടുവിൽ മകൻ ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. എല്ലാ വഴികളും എവിടേക്ക് പോകും നിനക്കറിയാം. എല്ലാ സമസ്യകൾക്കും നിൻ്റെ കൈവശം പൂരണമുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും നിൻ്റെ കൈവശം ഉത്തരമുണ്ട്. എല്ലാ താഴുകളുടെയും താക്കോല് നിൻ്റെ കരങ്ങളിലാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഒന്നും ആകസ്മികമല്ല. ഒറ്റനോട്ടത്തിൽ കഠിനമെന്ന് കരുതുന്ന അനുഭവങ്ങളിലൂടെ അവിടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കുറേ കൂടി പ്രകാശത്തിൻ്റെ താഴ്വാരങ്ങളിലേക്കാണെങ്കിലോ, വരൂ, ഒരു ഇലുമുളം കാട്ടിലേക്ക് നമുക്ക് പോകാം. ഒരു ഈറയോടൊത്ത് ചില കാര്യങ്ങൾ ഒന്ന് കാണാം. മഞ്ഞു മൂടിയ താഴ്വാരങ്ങൾക്കിടയിലൂടെ പതുക്കെ പതുക്കെ ഒഴുകിയിറങ്ങുന്ന ഈ പുഴയോട് ചേർന്ന് ഇതാ ഒരു ഓടക്കൂട്ടം. കാറ്റിലും മഴയിലും മഞ്ഞിലും തണുപ്പിലും എല്ലാം സഹിച്ചു കഴിയുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പാഴ്മുളം കൂട്ടം. ഇതൊരോടക്കുഴൽ. ഒരു നാൾ ഈ ഓടക്കുഴൽ ഒരു പാഴ്മുളം തണ്ടായിരുന്നു. അനേകം നൊമ്പരങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും ഈ പാഴ്മുളം തണ്ട് പുല്ലാങ്കുഴലായി മാറിയതിൻ്റെ ഓർമ്മചിത്രങ്ങളിലേക്കാണ് ഇനി നാം സഞ്ചരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു പുല്ലാങ്കുഴലാണ്. ഇതിനു മുമ്പ് ഇതൊരു ഈറ കഷ്ണമായിരുന്നു. ഇത് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾക്കൊരു ചെറിയ യാത്ര പോവാം.
ഒരുപാട് ശ്രദ്ധയോടെ ഓടക്കുഴലായി മാറുവാനുള്ള ഓടയെ മുറിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനായി വളരെയധികം ലക്ഷണമൊത്ത ഒരു ഓടയെ കണ്ടുപിടിക്കുവാനും അതിനുള്ളിലെ ശ്രുതി ചേർന്ന നാദം തിരിച്ചറിയുവാനുമായി അതിൽ പതുക്കെ പതുക്കെ മുട്ടി നോക്കുന്നു. കേൾക്കുന്ന സ്വരത്തിൽ ഒരു സംഗീത ശ്രുതി ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നീട് ശ്രുതി ഒളിഞ്ഞിരിക്കുന്ന തണ്ടിനെ പതുക്കെ മുറിച്ചെടുക്കുന്നു. അതിനുശേഷം കത്തികൊണ്ട് ചീകി പാകപ്പെടുത്തുന്നു. ശാന്തമായി ജീവിച്ചിരുന്നിടത്തു നിന്നുള്ള ഒരു മുറിച്ചുമാറ്റപ്പെടൽ. ഇനിയുള്ള കാലം വെയിലും മഴയുമേൽക്കാതെ 1 വർഷം നീളുന്ന കാത്തിരിപ്പ്. ഉണങ്ങി പാകപ്പെട്ടതിനു ശേഷം വീണ്ടും വിവിധ ഭാഗങ്ങളായുള്ള മുറിച്ചുമാറ്റപ്പെടൽ. വിവിധ അളവുകളിൽ അതിൽ തന്നെ ശ്രുതിസ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ കൂർത്ത കമ്പികൾ കൊണ്ടുള്ള മുറിവുകളുടെ സ്ഥാനമിടൽ. ഏറ്റവും ഒടുവിൽ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് കമ്പികൾ കൊണ്ടുള്ള തുളയ്ക്കപ്പെടൽ. ഇപ്പോൾ ഇതിൻ്റെ അടിത്തറ നമ്മൾ ഉറപ്പിച്ചു. ഇനി ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കി 7 ഓളുകളും നിർമ്മിക്കേണ്ടത്. ഓരോ ഓളിനും ഇത് ശ്രുതി ചെക്ക് ചെയ്യണം. ഇനി നമ്മൾ ഈ അറ്റം തുടങ്ങി ശ്രുതി ചെയ്ത് ഓരോ ഓളുകളും ഉണ്ടാക്കുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി 2 സ്വരം ബാലൻസ് ഉണ്ടായി. അതും കൂട്ടി നമുക്കൊന്ന് കേൾക്കാം.
പ്രിയരെ, ഇതൊരു പാഴ്മുളം തണ്ടാണ്. ഇതേ രീതിയിലായിരുന്നു ഈ പുല്ലാങ്കുഴൽ. ഇതിലെ ഈ 7 സ്വരങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ദൈവാംശമാണ്. ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ നാദമാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന്റെ ആ ദിവ്യനിശ്വാസം, ദിവ്യ സാന്നിധ്യത്തിൻ്റെ ആത്മീയ പ്രവാഹം, ആദിയിലെയുള്ള നാദബ്രഹ്മം, അനന്തതയിലെയുള്ള ദൈവത്തിൻ്റെ വചനനാദം ഈണമായി, സംഗീതമായി, പതിയെ ഒഴുകുന്ന പുഴയിലും പൂവിലും പൂമ്പാറ്റയിലും കാറ്റിലും മഞ്ഞിലും മേഘങ്ങളിലും എന്നിലും നിന്നിലും. പ്രിയമുള്ളവരെ, നാം കണ്ടു കഴിഞ്ഞു ചുട്ടുപഴുത്ത കമ്പിയാൽ ഈ പുല്ലാങ്കുഴൽ ഇതാ തുളയ്ക്കപ്പെടുകയാണ്. ഓരോ സുഷിരവും തീർക്കുമ്പോൾ മനോഹരമായ സംഗീതമുണർത്തുന്ന പുല്ലാങ്കുഴലായി സ്നേഹസംഗീതം പൊഴിക്കുവാൻ ഈ പാഴ്മുളം തണ്ട് ഒരുങ്ങുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യജീവിതവുമായി എത്രയോ സാമ്യമുണ്ടതിന്. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇതുപോലെ ചുട്ടുപൊള്ളിക്കുന്ന അനുഭവം വരുമ്പോൾ നമ്മൾ ചോദ്യമുന്നയിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെയുള്ള സഹനങ്ങൾ? വചനത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം വായിക്കുന്നുണ്ട്, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? വലിയ സ്നേഹസംഗീതത്തിൻ്റെ ഹൃദയഹാരിയായ സംഗീതമൊഴുക്കുന്ന പുല്ലാങ്കുഴലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും വരും. എത്രമാത്രം നമ്മൾ ചോദിച്ചാലും ഉത്തരം കിട്ടാത്ത ചോദ്യമായി ചില സഹനങ്ങൾ. എന്നാൽ സഹനത്തിൻ്റെ നെരിപ്പോടുകളിലൂടെ കടന്നു പോകുന്ന ഹൃദയങ്ങൾ ഓർത്തുകൊള്ളുക, നാളെ മനോഹരമായ ഹൃദയ സംഗീതമുണർത്തുന്ന വലിയ ഒരു സാക്ഷ്യത്തിനു വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയായി മാറ്റുമെന്ന് നമുക്കറിയാം. ആയതിനാൽ നന്മ നിറഞ്ഞ നാളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോഴത്തെ ദുഃഖം നാളെ സന്തോഷമായി മാറും. ഈ സഹനങ്ങൾ എല്ലാം കൃപയായി മാറും. ഈ പുല്ലാങ്കുഴലിനെ പോലെ, ഈ പുല്ലാങ്കുഴലിൻ്റെ ജീവിതം പോലെ നമുക്കും സ്നേഹസംഗീതമുണർത്തുന്ന നന്മ നിറഞ്ഞ സംഗീതത്തിൻ്റെ ഉടമകളായി മാറാം. ആയതിനാൽ സഹനങ്ങളിലേക്കോ ജീവിത തകർച്ചകളിലേക്കോ നോക്കി തളരരുത്. പ്രത്യാശയോടെ നമ്മെ കൈപിടിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ജീവിത സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിൽ നിറവായ അക്ഷരക്കൂട്ടുകൾ അതിപ്രകാരം കുറിക്കുവാൻ ദൈവം കൃപ നൽകി. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്നോർക്കണം, കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നോർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകും എന്നറിഞ്ഞിടണം.
സങ്കീർത്തനം 139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ അവിടുത്തെ രൂപം എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഓ ദൈവമേ, അങ്ങാണെന്നെ മെനഞ്ഞെടുത്തത്. അങ്ങയുടെ ശ്വാസമാണ് എന്നിലും നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിന് രൂപം നൽകിയ അങ്ങയുടെ കലാവൈഭവമാണ് എന്നിൽ തീർത്ത ഈ മുറിവുകളിൽ നിന്നുള്ള സ്വരരാഗങ്ങളെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മലമുകളിൽ 3 മരങ്ങളുണ്ടായിരുന്നു. കൊച്ചുവർത്തമാനങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ അവർ പരസ്പരം പങ്കുവെച്ചു. ഒന്നാമത്തെ മരത്തിന് ഒരു തൊട്ടിലാവണം, ഒരു കുഞ്ഞിൻ്റെ പാൽപുഞ്ചിരിയും അമ്മയുടെ താരാട്ടുമൊക്കെ കേൾക്കുന്നിടം. രണ്ടാമത്തെ മരത്തിന് ഒരു വാണിജ്യ കപ്പലാവണം, രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഏതോ വിദൂരദേശത്ത് നിന്ന് വരുന്നൊരു കപ്പൽ. പിന്നെ മൂന്നാമത്തെ മരത്തിന് വ്യക്തതയൊന്നുമില്ല, എങ്കിലും ഒരാഗ്രഹമുണ്ട്, മനുഷ്യനെ പ്രതീക്ഷയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ആവണം. അവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴുവേന്തിയ മനുഷ്യർ മലമുകളിലേക്ക് വന്നു 3 വൃക്ഷങ്ങളെയും വെട്ടി തടിയാക്കി. എന്നാൽ 3 വൃക്ഷങ്ങളുടെ സ്വപ്നങ്ങളും ചിതറിക്കപ്പെട്ടു. താരാട്ട് കേൾക്കാൻ കൊതിച്ച മരം കൊണ്ടവർ പണിതത് തൊഴുത്തായിരുന്നു. എവിടെ എത്തിയിരിക്കുന്നത്? രത്നങ്ങളും വജ്രങ്ങളുമായിട്ട് ദീർഘദൂരം സഞ്ചരിക്കാൻ ആഗ്രഹിച്ചിരുന്ന വാണിജ്യ കപ്പലാകാൻ സ്വപ്നം കണ്ട വൃക്ഷം കൊണ്ട് അവർ പണിതത് ചെറിയൊരു മീൻവഞ്ചിയായിരുന്നു. മൂന്നാമത്തത് കൊണ്ട് ഒരു കഴുമരവും. അങ്ങനെ തകർന്ന സ്വപ്നങ്ങളുടെ മധ്യേ ഉള്ളുരുകി കഴിയുന്ന ഈ 3 വൃക്ഷങ്ങൾ, 3 മരങ്ങൾ. എന്നാൽ ചിലതൊക്കെ പിന്നീട് സംഭവിച്ചു. ഒരു രാത്രിയിൽ എല്ലാ സത്രങ്ങളും കൊട്ടിയടക്കപ്പെട്ടപ്പോൾ ഇടം തേടി വന്ന കൂലിപ്പണിക്കാരനായ ഒരു പുരുഷനും അയാളുടെ നിറവേറുള്ള ഭാര്യയും എത്തിയത് ആ തൊഴുത്തിലാണ്. അവിടെ വെച്ച് ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരി ആ മരം കണ്ടു. ഒരമ്മയുടെ താരാട്ടിന് വേണ്ടി കൊതിച്ചിരുന്ന ആ മരത്തിൻ്റെ കാതുകളിലേക്ക് എണ്ണിയാലൊടുങ്ങാത്ത മാലാഖമാരുടെ ഗ്ലോറിയ ഗീതങ്ങൾ മുഴങ്ങി. രണ്ടാമത്തെ വൃക്ഷം, മീൻവഞ്ചിയായ വൃക്ഷത്തിൻ്റെ അടുക്കളയ്ക്ക് 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്നു. എന്നിട്ട് പണി ചെയ്യുന്നവരോട് പറഞ്ഞു, വഞ്ചി തെല്ലൊന്ന് മാറ്റിയിടാമോ, ഞാനതിൻ്റെ പടകുകളിലിരുന്ന് പഠിപ്പിച്ചു കൊള്ളട്ടെ. വൃക്ഷം കാതോർത്തു തുടങ്ങി അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. ദാ രത്നങ്ങളെക്കാളും വജ്രങ്ങളെക്കാളും അമൂല്യമായ വചനമുത്തുകൾ. അങ്ങനെ രണ്ടാമത്തെ വൃക്ഷത്തിൻ്റെ സ്വപ്നവും ഭംഗിയുള്ളതായി മാറി. മൂന്നാമത്തെ വൃക്ഷം കഴിമരമായി മാറിയ വൃക്ഷം. ആ വൃക്ഷത്തിലാണ് ഒരു വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരനെ തറച്ചു വന്നത്. അന്നോട്ട് ഇന്നോളം ആ വൃക്ഷം ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും വലിയ പ്രത്യാശയുടെ അടയാളമായി മാറിയിട്ടുണ്ട്. അത് കുരിശാണ്. എൻ്റെ കാതുകൾ ശ്രവിച്ച ഈ സപ്തസ്വരങ്ങൾ ഉണർന്നത് പുല്ലാങ്കുഴലിൽ
തീ കൊണ്ട് തീർത്ത സുഷിരങ്ങളിൽ നിന്നായിരുന്നു. ആരാണ് ഈ പുല്ലാങ്കുഴലിലും സംഗീതം നിറച്ചു വെച്ചത്? 40-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ എൻ്റെ അധരങ്ങളിൽ പുതിയ ഗാനങ്ങൾ നിക്ഷേപിക്കുന്ന എൻ്റെ ദൈവമാണ്. അതുകൊണ്ടല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ നിരന്തരം അവിടുത്തെ സ്തോത്രങ്ങൾ ആലപിക്കുന്നത്? എവിടെയാണ് സംഗീതമില്ലാത്തത്? കുറച്ചു നേരം മിഴികൾ അടച്ചിരുന്നാൽ മതി. അസംഖ്യം വാദ്യോപകരണങ്ങളുമായി ഈ പ്രപഞ്ചമുണർത്തുന്ന സിംബണി കേൾക്കാം. കാടും മേടും മേഘാവലിയും തോടും പുഴയും പുൽത്തോപ്പുകളും ഏറ്റുപാടുന്ന സിംബണി കേൾക്കാം. നാദബ്രഹ്മം ഭാഷയുടെ സങ്കീർണതകളില്ലാതെ, കാഴ്ചയുടെ വിഭ്രമങ്ങളില്ലാതെ അവിരാമം ഒഴുകി നിറയുന്ന സംഗീതം മണ്ണിലും മനസ്സിലും. നാഥ, എന്നെ അങ്ങയുടെ പുല്ലാങ്കുഴലാക്കണമേ. അങ്ങനെ എൻ്റെ അധരങ്ങൾ അവിരാമം അങ്ങയുടെ സ്തുതിഗീതങ്ങൾ ആലപിക്കട്ടെ. ഈശ്വര, എന്നെ നിൻ വേണുവാക്കൂ, വേണുവിലുണരുന്ന രാഗമാക്കൂ. ഈശ്വര, എന്നെ നിൻ വേണുവാക്കൂ, വേണുവിലുണരുന്ന രാഗമാക്കൂ. ഈശ്വര, എന്നെ നിൻ വേണുവാക്കൂ, വേണുവിലുണരുന്ന ഗാനമാക്കൂ. ഈശ്വര, എന്നെ നിൻ വേണുവാക്കൂ, വേണുവിലുണരുന്ന രാഗമാക്കൂ. ആ
ഞാനൊന്നു പിടഞ്ഞു പോയി, തേങ്ങി തേങ്ങി കരഞ്ഞു പോയി. നീ എന്നെ മുറിച്ചപ്പോൾ ഞാനൊന്നു പിടഞ്ഞു പോയി, തേങ്ങി തേങ്ങി കരഞ്ഞു പോയി. ആരറിഞ്ഞു ഈ പാഴ്മുളം തണ്ടിൻ്റെ, ആരറിഞ്ഞു ഈ പാഴ്മുളം തണ്ടിൻ്റെ തേനൂറും രാഗവിലോലഗീതം. നീ തന്ന ഈണവും നീ തന്ന നാദവും, നീ തന്ന ഈണവും നീ തന്ന നാദവും ജീവന്റെ ജീവനായി കാത്തുകൊള്ളാം. ആരോരും അറിയാത്ത പാഴ്മുളം തണ്ടാമെന്നെ പുല്ലാങ്കുഴലാക്കി മാറ്റിയ സ്നേഹമേ, സ്നേഹമേ. നിന്ദിവ്യ സ്പർശനങ്ങൾ ജീവന്റെ പുളകമായി, ആത്മാവിൽ ജീവന്റെ ഉറവയായി. നിന്ദിവ്യ സ്പർശനങ്ങൾ ജീവന്റെ പുളകമായി, ആത്മാവിൽ ജീവന്റെ ഉറവയായി. ഞാനറിഞ്ഞു ഈ കഥനങ്ങളൊക്കെയും, ഞാനറിഞ്ഞു ഈ കഥനങ്ങളൊക്കെയും തേനൂറും ഓർമ്മകളാകുമെന്ന്. നീ തന്ന സഹനവും നീ തന്ന ത്യാഗവും, നീ തന്ന സഹനവും നീ തന്ന ത്യാഗവും ജീവന്റെ താളമായി കാത്തുകൊള്ളാം. ആരോരും അറിയാത്ത പാഴ്മുളം തണ്ടാമെന്നെ പുല്ലാങ്കുഴലാക്കി മാറ്റിയ സ്നേഹമേ, സ്നേഹമേ. ഞാനൊന്നു പാടിയിടട്ടെ നിൻ ദിവ്യശ്രുതിയിൽ, നാഥാ നിൻ നാമം ഉരുവിടട്ടെ, നാഥാ. നാഥാ, ആരോരും അറിയാത്ത പാഴ്മുളം തണ്ടാമെന്നെ പുല്ലാങ്കുഴലാക്കി മാറ്റിയ സ്നേഹമേ, സ്നേഹമേ. എന്തിന് സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതിന് അങ്ങനെ സമ്പൂർണ്ണമായ ഉത്തരങ്ങളൊന്നുമില്ല. എന്നിട്ടും ചില അനുമാനങ്ങൾ നമ്മളെ കുറേ കൂടി പ്രകാശിപ്പിക്കുന്നുണ്ട്. അത്തരം അനുമാനങ്ങളിലൊന്നായിരുന്നു കഴിഞ്ഞ ഒരു ചിത്രീകരണത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത്. സഹനം നന്മയിലേക്കുള്ള ഇടദൂരമാകാം. മിക്കവാറും കാര്യങ്ങൾ അങ്ങനെയാണ് സംഭവിക്കുക. ഒരു മുത്തങ്ങനെയാണ് രൂപപ്പെടുക, അതിന് ചിപ്പിക്കുള്ളിൽ പ്രവേശിച്ച മണൽത്തരിയ ദുസ്സഹമായ വേദനയാണ് കൊടുക്കുക. ഷൂവിനുള്ളിൽ കല്ല് കയറിയ കുട്ടിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ, അതിനെ പലമടം കൊണ്ട് കുടിക്കുക. അങ്ങനെ വല്ലാത്ത തീവ്രവേദന കൊടുക്കുന്ന ഈ മണൽത്തരിക്ക് മീതെ ഒരു സ്രവം രൂപപ്പെടുന്നു. പിന്നെയും സംവത്സരങ്ങൾക്ക് ശേഷം ഈ മണൽത്തിരി പതുക്കെ പതുക്കെ മുത്തായി മാറുന്നു. നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്ന
സങ്കടങ്ങളുടെ മണൽത്തരികൾ നാളെ മുത്തായി മാറില്ലെന്ന് ആരറിഞ്ഞു? സഹനം നന്മയിലേക്കുള്ള ഇടദൂരമാണെന്ന് ഒന്നുകൂടി ആവർത്തിക്കുക മനസ്സിനോട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു. ഇവോൾവിങ് സ്റ്റാറ്റസ് ഇസ് ഗുഡ്നസ്. എല്ലാം അതിൽ തന്നെ നന്മയാണെന്ന് ആരും പറയുന്നില്ല. നന്മയല്ല താനും. തലയിൽ ആർപ്പാർപ്പുള്ള ആർക്കെങ്കിലും ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്മയെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ? എന്നാൽ ഒരു ബ്ലൂ പ്രിൻ്റ് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഓരോ കല്ലും എടുത്തു വെക്കുമ്പോൾ നമുക്കറിഞ്ഞുകൂടാ, നമ്മൾ വെറുതെ കെട്ടിടം പണിക്കാരാ, നമുക്കറിഞ്ഞുകൂടാ ഈ കല്ലുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്. എന്നാൽ ആ മാസ്റ്റർ പ്ലാനുള്ള ഒരു മനുഷ്യനുണ്ട്, ഒരു ചൈതന്യമുണ്ട്. അയാൾക്കറിയാം ഓരോ കല്ലിനും അതിൻ്റെ പ്രസക്തിയുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു. റോമ 8:28. ചില തിരുവചനങ്ങളിലൊക്കെ നിങ്ങൾക്ക് സന്ദേഹങ്ങളുണ്ടായാൽ പോലും അവസാനം വരെ ഈ വചനത്തോട് തെല്ല് ചേർന്ന് നിൽക്കുക. അത് നഷ്ടധൈര്യരാകുന്ന നിങ്ങൾക്ക് വല്ലാത്ത ആത്മവിശ്വാസം തരും, ഊർജം തരും. നന്മയെന്ന് പറയുമ്പോൾ ആരും വിചാരിക്കരുത് ഉപയോഗിക്കുന്ന കാറിൻ്റെ വലിപ്പമോ വസിക്കുന്ന വീടിൻ്റെ വ്യാസമാണെന്നൊക്കെ. ഒന്നുമല്ല. നന്മയെന്ന് പറയുന്നത് ഈ ഇത്തിരി ഇടത്തിൽ കിട്ടുന്ന പ്രകാശമാണ്. ഞാൻ കടന്നുപോയ എല്ലാ കഠിനാനുഭവങ്ങളും എല്ലാ മോശപ്പെട്ട അനുഭവങ്ങളും എൻ്റെ ഇത്തിരി ഇടത്തെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ കാര്യത്തെ ഒന്ന് പതുക്കെ സംഗ്രഹിക്കാം. ഓരോ സങ്കടങ്ങളും ഒരു മുളന്തണ്ടിൽ നിന്ന് സംഗീതത്തിലേക്കുള്ള ദൂരമാണ്. കഠിനവേദനയുടെ സുഷിരങ്ങൾ. എന്നിട്ടും അയാളത് കയ്യിലെടുക്കുമ്പോൾ എന്തൊരു സംഗീതമായിട്ട് ഈ സങ്കടങ്ങളൊക്കെ മാറുന്നുണ്ട്. സങ്കടങ്ങൾ സംഗീതമായി വരാൻ പോകുന്ന കാലം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ.